അതേസമയം പശ്ചിമ ബംഗാളിലെ വമ്പൻ തോൽവിക്ക് പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് പിളർപ്പിലേക്ക്. കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ MLA ഋതപ്രതാപ് ബാനർജി 58 അംഗങ്ങളുടെ പിന്തുണക്കത്തുമായി പ്രതിപക്ഷ നേതൃസ്ഥാനം ആവശ്യപ്പെട്ട് സ്പീക്കറെ കണ്ടിട്ടുണ്ട്. ഇതോടെ SFI മുൻ അഖിലേന്ത്യാ സെക്രട്ടറിയായിരുന്ന ഋതപ്രതാപ് ബംഗാളിന്റെ പ്രതിപക്ഷ നേതാവ് ആവുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കിരൺ ബാബുവാണ് ചേരുന്നത്. കിരൺ, വലിയ പ്രതിസന്ധി ഇപ്പോൾ മമത നേരിടുന്നു. അതോടൊപ്പം തന്നെ ED പരിശോധന ഉൾപ്പെടെയുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അഭിലാഷ്, മമതാ ബാനർജി അത്യസാധാരണമായ പ്രതിസന്ധിയാണ് നേരിടുന്നത്. കാരണം മമതാ ബാനർജിക്ക് പാർട്ടി ഒരു പിളർപ്പിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. മമതയുടെ 80 MLA-മാർ, തൃണമൂലിൻ്റെ 80 MLA-മാരിൽ 60 പേരും ഇപ്പോൾ കഴിഞ്ഞ ദിവസം മമതാ ബാനർജി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഋതപ്രതാപ് ബാനർജിക്ക് പിന്തുണ നൽകിയിരിക്കുകയാണ്. അങ്ങനെ ഋതപ്രതാപ് ബാനർജി ബംഗാളിലെ പ്രതിപക്ഷ നേതാവാകുന്നു എന്നതാണ് മമതയുടെ സ്ഥാനാർത്ഥിയെ തള്ളിക്കൊണ്ട് മമത പുറത്താക്കിയ MLA-മാരുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ MLA-മാരുടെ തന്നെ പിന്തുണയോടുകൂടി പ്രതിപക്ഷ നേതാവാകുന്നു. പക്ഷേ അവർ അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഋതപ്രതാപ് പറഞ്ഞത് മമത ഈ പാർട്ടിയുടെ മെൻഡറായി തന്നെ തുടരും, ഉപദേശക റോളിൽ മമത തുടരും എന്ന് തന്നെയാണ്. മമതയെ തള്ളി പറയാൻ അവർ തയ്യാറാവുന്നില്ല. പക്ഷേ സ്വാഭാവികമായും അത് ഒരു പിളർപ്പിലേക്ക് തന്നെ നീങ്ങാനുള്ള സാധ്യതയാണുള്ളത്. ഇനി കടുത്ത നിലപാടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനു മുന്നോടിയായിട്ടാണ് പാർട്ടിയുടെ എല്ലാ കമ്മിറ്റികളും, താഴെ മുതൽ മുകളിൽ വരെയുള്ള എല്ലാ കമ്മിറ്റികളും, പോഷക സംഘടനകളുടെ എല്ലാ കമ്മിറ്റികളും മമതാ ബാനർജിയെ പിരിച്ചുവിട്ടു. അത് പാർട്ടി ആർക്കാണ് പാർട്ടിയുടെ അധികാരം എന്നത് തർക്കം വരുമ്പോൾ സ്വാഭാവികമായും പാർട്ടിയുടെ എത്ര കമ്മിറ്റികൾ ആർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ള തർക്കമൊക്കെ വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു പിരിച്ചുവിടൽ നടപ്പാക്കിയത്. സമാനമായി മറ്റൊരു സംഭവം നടന്നത് ശിവസേന മഹാരാഷ്ട്രയിലാണ്. അവിടെ ശിവസേനയുടെ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുണ്ടാക്കിയ ബാൽ താക്കറെ ഉണ്ടാക്കിയ പാർട്ടി ശിവസേനയിൽ നിന്ന് ഉദ്ധവ് താക്കറെ പക്ഷത്തെ ന്യൂനപക്ഷമാക്കിക്കൊണ്ട് മഹാഭൂരിപക്ഷം പേർ ഷിൻഡെയുടെ നേതൃത്വത്തിൽ മറുപക്ഷത്തേക്ക് പോവുകയും യഥാർത്ഥ ശിവസേനയായി അവർ മാറുകയും ശിവസേനയുടെ കൊടിയും ചിഹ്നവും പാർട്ടി ഓഫീസടക്കം അവർക്ക് ലഭ്യമാകുന്ന അവസ്ഥയിലേക്ക് വന്നു. അവസാനം പുതിയ പാർട്ടി രൂപീകരിച്ച പാർട്ടിയിൽ ഉദ്ധവ് താക്കറെക്ക് അവിടെ പുതിയ ഒരു ശിവസേന ബാൽ താക്കറെ വിഭാഗം എന്ന് പറയുന്നത് UBT എന്ന് പറയുന്ന ഒരു വിഭാഗം രൂപീകരിച്ച് പുതിയ പാർട്ടിയാകേണ്ടി വന്നു. സമാനമായ ഒരു പ്രതിസന്ധിയിലേക്കാണോ മമതാ ബാനർജിയും പോകുന്നതെന്നാണ് ഇനി അറിയേണ്ടത്. ഇനി ഈ പുതിയ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളുമായി മമത ഒരു പരസ്യമായ ഉടക്കിലേക്കാണ് പോകുന്നതെങ്കിൽ പാർട്ടി പിളർപ്പിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ തൃണമൂൽ കോൺഗ്രസ് എന്ന മമതാ ബാനർജി നേതൃത്വം നൽകി, അല്ലെങ്കിൽ മമതാ ബാനർജി സ്വന്തമായി രൂപീകരിച്ച് സ്വന്തം ലീഡർഷിപ്പിൽ ഇത്ര കാലം വളർത്തിയ പാർട്ടി തന്നെ മമതാ ബാനർജിക്ക് നഷ്ടമാവും. ആ പാർട്ടിയുടെ കൊടിയും ആ പാർട്ടിയുടെ ചിഹ്നവും പാർട്ടിയുടെ പേരുമടക്കം മമതാ ബാനർജിക്ക് നഷ്ടമാവുകയും മറ്റൊരു പാർട്ടി മമതാ ബാനർജിക്ക് രൂപപ്പെടുത്തേണ്ടി വരികയും ഒക്കെ ചെയ്യും. ഇതിനിടെ മറ്റൊരു കനത്ത തിരിച്ചടി കൂടി ഉണ്ടായി. അഭിഷേക് ബാനർജിയുടെ വീട്ടിൽ ED റെയ്ഡ് നടക്കുക കൂടിയാണ്. ഒരേ സമയം പൂർണ്ണമായും മമതയുടെ പാർട്ടിയെ തകർക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളിൽ BJP നിൽക്കുന്നു. അവിടെ പാർട്ടി തകർക്കുന്നു. ഒപ്പം മമതയെ ഇനി ഈ പാർട്ടി തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട അഭിഷേക് ബാനർജി കഴിഞ്ഞ ദിവസം ആളുകളുടെ ഭാഗത്തു നിന്ന് ജനക്കൂട്ടം അദ്ദേഹത്തെ കല്ലെറിയുകയും ചീമുട്ടെറിയുകയും ഒക്കെ ചെയ്തു. ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ EDയുടെ റെയ്ഡ് നടക്കുകയാണ്. കിരൺ സൂചിപ്പിക്കുന്ന പോലെ അസാധാരണമായ പ്രതിസന്ധിയാണ് ഇപ്പോൾ മമതാ ബാനർജി നേരിടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.